ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ BOB കാർഡ് ഉണ്ടല്ലോ, ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഡിൽ നമുക്കിപ്പോൾ കുറേ ഇത് ഈ സംശയം കുറേ എല്ലാ കാർഡിനും വരാറുണ്ട്. വെച്ചാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഡ്യൂ വരില്ല. നമുക്ക് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഡ്യൂ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ രണ്ട് എമൗണ്ട് ഉണ്ട് കാണിക്കുക. അതായത് ടോട്ടൽ എമൗണ്ട് ഡ്യൂവും അതുപോലെ തന്നെ മിനിമം എമൗണ്ട് ഡ്യൂ. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് ഡ്യൂ നമുക്ക് എങ്ങനെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കുറേ കമൻറ്റ്സ് ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി വൺ കാർഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. SBI കാർഡ്സിലും ഇതുപോലെ അടയ്ക്കാൻ വരാറുണ്ട്. നമ്മുടെ യെസ് ബാങ്കിലും ഇതുപോലെ അടയ്ക്കാൻ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ EMI കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. അതായത് ഓഫറാണ് അടയ്ക്കാൻ എപ്പോഴും നമുക്ക് പറ്റില്ല. എല്ലാപ്പോഴൊക്കെ ഓഫർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ BOBയിലും വരാറുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചാനലിൽ ഇപ്പോൾ അത് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് എങ്ങനെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനൽസ് കാണാത്തവരെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ BOB കാർഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ BOBയുടെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് BOB കാർഡ് തന്നെയാണ് കേട്ടോ ആപ്പിൻ്റെ പേര്. അപ്പോൾ SBI ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിൻ്റെ പേര് SBI കാർഡ്സ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ BOBയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് BOB കാർഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പണ്ടത്തെ BOB കാർഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഇമ്പ്രൂവ്ഡ് ആണെന്ന് വെച്ചാൽ കുറച്ച് മാറ്റങ്ങളും അത്യാവശ്യം കുറേ പണ്ടൊക്കെ ഭയങ്കര ബഗ്ഗി സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് കാണുമ്പോൾ വന്നുകൊണ്ടിരിക്കുക ആൾ. നമ്മുടെ ഞാൻ ഹോം സ്ക്രീനിൽ എത്തിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും BOB കാർഡ്സ് പറഞ്ഞിട്ട്. ഇതാണ് BOB കാർഡിൻ്റെ ആപ്പ്. അപ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ടായിരിക്കും. ഇതേപോലെയാണ് നമുക്ക് ലോഗിൻ പേജ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ വെച്ചിട്ട് ലോഗിന് കയറാൻ പോവാണ്. അപ്പോൾ കയറി കഴിഞ്ഞാൽ എൻ്റെ ആക്ച്വലി രണ്ട് BOB കാർഡാണ് ഉള്ളത്. നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB കാർഡും അതുപോലെ തന്നെ HPCLൻ്റെ എനർജി കാർഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണ് നമ്മുടെ പ്രൈമറി കാർഡ് അതായിരിക്കും നമുക്ക് ആദ്യം കാണിക്കുക. അപ്പോൾ ഇതുപോലെ എൻ്റെ സ്നാപ്ഡീലിൻ്റെ BOB കാർഡാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇതിൽ താഴെ കുറേ ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള BOB കാർഡിൻ്റെ ആപ്പിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് നമുക്ക് EMI ഓപ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും റീറ്റെയിൽ ബാലൻസ് ടു EMI എന്നൊരു സംഭവം കാണാമല്ലോ. ഈ റീറ്റെയിൽ ബാലൻസ് ടു EMI നിങ്ങൾക്ക് അത് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു കാർഡിന് ഓഫർ ഉണ്ട്, ഒരു കാർഡിന് ഓഫർ ഇല്ല. അപ്പോൾ ഞാനത് ഉള്ളിൽ കയറി കണ്ടു, റീറ്റെയിൽ ബാലൻസിന് ഉള്ളിൽ കയറി കഴിഞ്ഞു കണ്ടു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആക്ച്വലി BOB കാർഡിന് ബില്ല് വന്നേക്കുന്നത് ഓൾമോസ്റ്റ് 90,000 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ ഈ നമ്മുടെ എപ്പോഴും നമ്മൾ ഇതുപോലെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ഡ്യൂ അടച്ചിട്ടാണ് ബാക്കി എമൗണ്ടാണ് EMI കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ എൻ്റെ കാണിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് 7,000 സംതിങ് ആണ് നമുക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി എമൗണ്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ബാക്കി മിനിമം ഡ്യൂ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ BOB കാർഡിലാകുമ്പോൾ നമുക്ക് 36 മാസം വരെയൊക്കെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ ഒരെണ്ണം BOB കാർഡാണ്. അപ്പോൾ ഇതെൻ്റെ വേറെ കാർഡ് കണ്ടു, രണ്ടാമത്തെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓഫറില്ല കണ്ടു. അപ്പോൾ ഓഫർ അനുസരിച്ച് മാത്രം നമുക്ക് ടോട്ടൽ എമൗണ്ട് ഡ്യൂ EMI കൺവേർട്ടുള്ള ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിക്ക് ചെയ്തു, ഇവിടെ ഞാൻ ടിക്ക് കൊടുത്തു, എഗ്രി കൊടുത്തു കണ്ടു. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് വന്നു. അപ്പോൾ നമുക്ക് എത്ര EMI എമൗണ്ട് വരിക, അതിൽ നമുക്ക് ഈ പ്രോസസ് ഫീ ഉണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടോ. ഇതിൽ അത്യാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ നമ്മുടെ പേഴ്സണൽ ലോൺ പോലെ 12% നോർമൽ നമുക്കറിയിക്കും. നമ്മുടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ എന്താ പറയുക ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് 6 മാസം തൊട്ട് 48 മാസം വരെ നമുക്കിതിൽ ടെനർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 12 മാസമാണെങ്കിൽ 12 മാസം സെലക്ട് ചെയ്യുക, 18 ആണെങ്കിൽ 18 മാസം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാനിവിടെ 12 സെലക്ട് ചെയ്തു കിട്ടാം. ഇതിൽ നമുക്ക് ടെനർ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ടോ. ഇപ്പോൾ 6 മാസമൊക്കെ ആണെങ്കിൽ നമുക്ക് 25% ഇൻട്രസ്റ്റ് റേറ്റ് വരണുണ്ട്. അതാണ് നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു 18 മാസം ആകുമ്പോൾ നമുക്കത് 15% കുറഞ്ഞു. 24 മാസം ആകുമ്പോൾ 15% തന്നെയായി. 36 മാസം ആകുമ്പോൾ നമുക്കത് 12% കണ്ടു. ഇപ്പോൾ 36 മാസത്തിൻ്റെയും 46 മാസത്തിൻ്റെയും EMI ആണെങ്കിൽ നമുക്ക് 12% ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അതൊരു നല്ല കാര്യം തന്നെയാണ്. പ്രോസസ്സിംഗ് ഫീ ഏതായാലും സെയിം തന്നെ ഉണ്ടായിരുന്നു, 250 രൂപ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തു. അപ്പോൾ ഞാൻ കൺവേർട്ട് ടു EMI കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് OTP വെരിഫിക്കേഷൻ വരുന്നുണ്ടോ. അപ്പോൾ OTP വെരിഫിക്കേഷൻ നമുക്ക് OTP ഇപ്പോൾ വരും. അപ്പോൾ OTP അതിൽ കൊടുത്താൽ മതി. നോർമലി 3 ഡിജിറ്റാണ് വരാറ്. കണ്ടു സംഭവം ഇത്രേ ഉള്ളൂ. കണ്ടു, കൺഗ്രാജുലേഷൻ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക റീറ്റെയിൽ ബാലൻസ് എങ്ങനെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ആക്ച്വലി വൺ കാർഡിലായാലും ഇതുപോലെ തന്നെയാണ്. നമുക്കിത് ഓഫർ ബേസ്ഡ് മാത്രം നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എപ്പോഴും വരുന്ന ഒരു ടോട്ടൽ എമൗണ്ട് എപ്പോഴും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്ററും EMI കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് അതുപോലെ നമുക്ക് ടോട്ടൽ എമൗണ്ട് EMI കൺവേർഷൻ ഓഫർ വരുന്നത്
അപ്പം മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അത് നോർമലി ചിലപ്പോൾ 6 മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലൊക്കെ വരുള്ളൂ. എന്താ പറയുക റിപ്പീറ്ററായിട്ട് അടുപ്പിച്ചൊന്നും വരാറില്ല. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ BOB കാർഡിൽ EMI കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയും ഇരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം കാലൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാലൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് കാലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. അടുത്ത് വരണം.